2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ജയറാമേട്ടൻ ഈ മുണ്ട് കമ്പനികളുടെ ഒക്കെ അവര് കൊട്ടപ്പടി മുണ്ട് ജയറാമേട്ടന് കൊണ്ട് കൊടുത്തു. കുറെ മുണ്ടുകൾ കൊടുത്തിട്ട് അത് ജയറാമേട്ടൻ അവിടെ ഇവിടെയൊക്കെ കൊടുക്കണം. ഞാനും വെള്ളപ്പൊക്കത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു മുണ്ട് ജയറാമേട്ടൻ ഇന്ന് കിട്ടിയേ കൊള്ളാന്ന് എനിക്കൊരാഗ്രഹം. ഒരു ദിവസം വിളിച്ചിട്ട് ചേട്ടാ എവിടെ ഉണ്ട്, കണ്ണൻ എവിടെ ഉണ്ട്, ചക്കി എവിടെ ഉണ്ട്, ചേച്ചി അവിടെ ഉണ്ടോ, അതാണ് മുണ്ട് എല്ലാം കൊടുത്തു തീർന്നു. എല്ലാം കൊടുത്തു. അല്ലെങ്കിൽ ഒരു 2-3 എണ്ണം കാറിന്റെ ഡിക്കിയിൽ ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ ചേട്ടൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു മുണ്ട് എനിക്ക് കിട്ടിയ നീ വിളിച്ചപ്പോഴേ എനിക്ക് അല്ലാതെ നീ കണ്ണൻ എവിടെ ചക്കി എവിടെ എന്നൊന്നും ഫോട്ടോ ഉണ്ട്. ഈ മുണ്ടിന്റെ സംഭവം പറഞ്ഞതുകൊണ്ട് അപ്പം മാത്രം പറയാൻ പറ്റുന്ന ഒരു കഥയായതുകൊണ്ട് ചോദിക്കാം. ഒരു ഇനോഗ്രേഷന് പോയിട്ട് മുണ്ടയില്ലാതെ മുണ്ടയച്ചോണ്ട് വരും പെരുമ്പാവൂര്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? സത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 90s തോന്നുന്നു. 90s അവിടെ പെരുമ്പാവൂർ തുണിക്കടയില് പെരുമ്പാവൂർ എൻട്രി ചെയ്തപ്പോ തന്നെ എന്റെ നാട്ടില് ജനത്തിരക്ക് കണ്ടപ്പോ സ്വന്തം നാട്ടില് എന്നെ കാണാൻ ഇത്ര ജനങ്ങള് ഒരു മനസ്സിനകത്തേക്ക് ഒരു ഇതങ്ങോട്ട് കയറി. നമ്മൾ ഇവരുടെ കൂടെ നടന്നു പോകണ്ടേ വിചാരിച്ചു. അങ്ങനെ അതിനകത്തേക്ക് ഇറങ്ങി നല്ല പട്ടുമുണ്ടായിരുന്നു. ആരോ ചവിട്ടി കുറച്ച് കുറച്ചായിട്ട് പോയി കറക്റ്റായിട്ട് തുണിക്കട അവിടെ ചെന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ അഴിഞ്ഞു പോണു. ഒരു ചെക്കനത് വലിച്ചോണ്ട് പോയി. ഇവിടെ വരെ ഇന്നത്തെ പോലെ ഇത്രയും സോഷ്യൽ മീഡിയ ക്യാമറ ഉണ്ടായില്ല. കുറച്ച് ഇറക്കം ഉണ്ടായിരുന്നു. എന്നിട്ടൊരു ബോൾ രൂപത്തിൽ മുണ്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം അങ്ങനെ തന്നെ നിന്നു. ഒരു ഷർട്ട് മാത്രം, ഷർട്ടിനൊത്തിരി ഇറക്കം ഉണ്ടായിരുന്നു. എല്ലാവരും നമസ്കാരം അങ്ങനെ. പക്ഷെ ഇതങ്ങനെ പോയില്ല കേട്ടോ, ഇങ്ങനെയൊന്നും അങ്ങനെ സിനിമാ താരങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ ജയറാമേട്ടനെ നമ്മളിപ്പോ ഒരു മാസത്തെ ടൂറൊക്കെ പോയാല് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ആക്ഷൻ സംസാരവും ആക്ഷൻസും സാധനങ്ങളും അതും ഇതും എല്ലാം വളരെ ഗംഭീരമായിട്ട് എപ്പോഴും ഒബ്സർവ് ചെയ്ത് കാണിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക പ്രതിഭ ഇപ്പോഴും കൃത്യമായിട്ട് ആണ്. അത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും സിനിമാ സെറ്റുകളിൽ ജയറാമേട്ടൻ മാത്രം ഇട്ടുകൊടുത്തിരിക്കുന്ന പേരുകൾ ഉണ്ടാവും ആൾക്കാർക്ക്. മറ്റേ ചില ആൾക്കാർ അവരുടെ എക്സ്പ്രഷൻ വെച്ചിട്ടോ അല്ലെ അവരുടെ ആക്ഷൻ വെച്ചിട്ടോ മറ്റേ വന്നില്ലേ ഇങ്ങനെയുള്ളത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ജയറാമേട്ടൻ്റെതായിട്ടുള്ള പേരുകൾ അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടില്ലേ ഒരുപാട് ആൾക്കാർക്ക്. പിന്നീട് ചിരിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനിലൊക്കെ ഞാനിപ്പോ ജയറാമേട്ടൻ തമാശ കിട്ടി വിളിക്കുന്നു പറഞ്ഞല്ലോ, അത് ചിരിച്ചു പോകും. ചിരി മാറി എന്ന് ചിരിക്കും. ഒരു ദിവസം ഇപ്പം ഞങ്ങൾ ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ ഓംപുരി, രമ്യകൃഷ്ണൻ ഇവരെല്ലാം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഒരു വലിയ പനയുടെ തോട്ടത്തിൽ ഇങ്ങനെ യക്ഷി പനയിലോട്ട് ചാടി പോകുന്ന ഒരു സീനൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഡയറക്ടർ അനിലിന്റെ തലയിലോട്ട് ഒരു വലിയ പനയോലോ മറ്റോ വീണ് തല പടക്കേന്ന് പറഞ്ഞ് മുറിഞ്ഞ് അപ്പൊ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഷൂട്ട് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ജയറാമേട്ടനും കൂടെ ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹത്തിന് ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഒരു ജോസേട്ടൻ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ പേര്, ഒരു ശക്തനുണ്ട് നമ്മുടെ യൂണിറ്റില്, വലിയ ശക്തനാ. നമ്മൾ പറഞ്ഞ പുള്ളി നടന്നു പോകുമ്പോൾ ഒരു ഇന്ത്യക്ക് കാറ് കിട്ടി അതെടുത്ത് കഷത്തി വെച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്ന സൈസ് വലിയ കേബിളൊക്കെ അങ്ങ് അറ്റത്തുനിന്ന് വലിക്കുമ്പോഴൊക്കെ ഈ കേബിളെ ചവിട്ടി നിൽക്കുന്നവരൊക്കെ അങ്ങ് വീഴും. ഒരു 10-15 പേരൊക്കെ ഇവിടുന്ന് വലിക്കുള്ളൂ. അതുപോലത്തെ ഒരു ശക്തനായി പുള്ളി. അദ്ദേഹം അവിടെ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ദുഃഖിച്ച് നിൽക്കുന്നുണ്ട്. ഞാനും ജയറാമേട്ടനും അങ്ങനെ ആശുപത്രിയിലോട്ട് ചെന്ന് കയറുകയാണ്. ഈ എയർപോർട്ടിലൊക്കെ കസേര കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട്. ഒരു 4 കസേര കൂട്ടി ഒരെണ്ണല്ല ഇരുമ്പിന്റെ കമ്പിയിട്ട് വെൽഡ് ചെയ്തിട്ട് 4 എണ്ണം ഒന്നിച്ച സ്റ്റീലിന്റെ കസേര. അതിൽ ഇരുന്നാൽ കുറച്ചും ഇങ്ങനെ ഊർന്നു പോവുകയും ചെയ്യും നമ്മള്. എങ്ങനെയായിരുന്നാലും കിടന്നു പോകുന്ന കസേര സ്റ്റീലിന്റെ അതുണ്ട് ഈ ഹോസ്പിറ്റലില്. അങ്ങറ്റത്ത് 2 ഏതോ തമിഴന്മാര് രോഗികൾ ഇരിക്കുന്നുണ്ട്. ഞാനും ജയറാമേട്ടനും കൂടെ വന്നതും ഈ ജയറാമേട്ടനെ കണ്ടതും ബഹുമാനം കൊണ്ട് ഈ ജോസേട്ടൻ ഇതിങ്ങനെ ഒന്നിച്ചുള്ള കസേരയാന്ന് ശ്രദ്ധിച്ചില്ല. സാറേ വാ സാറേ ഇരിക്കും സാറേ, ഇങ്ങനെ അറ്റത്ത് പിടിച്ച് പൊക്കി ഇങ്ങോട്ടൊരു നീട്ടവും 2 തമിഴന്മാരും കൂടെ അങ്ങോട്ട് കയറിച്ചും പോയി 5 കസേര എടുത്ത് കറക്കോ. ശക്തി ഉണ്ടല്ലോ, ഇരിക്കുവല്ല, രോഗവും ഇല്ല, ആശുപത്രി ഇല്ല. ജയറാമേട്ടന് ഒരു ഒറ്റ ഓടിയിട്ട് ചിരിയോട് ചിരി. കാരണം ഡയറക്ടറുടെ തലമുറിഞ്ഞ് കിടക്കും, കാണണം. എത്ര നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റുന്നില്ല. പുള്ളിനെ ചെന്ന് കണ്ടിട്ട് ഇതോർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. കുറെ നേരം കഴിഞ്ഞ കയറത്. അതില് ഈ നർമ്മം കണ്ടുപിടിച്ച് ആസ്വദിച്ച് ആരും കണ്ടുപിടിക്കാത്ത പല നർമ്മങ്ങളും പല സ്ഥലങ്ങളിലും നടക്കും. അത് കണ്ടുപിടിക്കുന്നതില് ഭയങ്കര ഒരു അവാർഡിനായിട്ട് മറ്റേ ഇഗ്വാനെ കൊണ്ട് നമ്മള് മഞ്ജു വാര്യർ. അപ്പൊ അന്ന് ജാക്കി ഷ്റഫ് ഉണ്ട് നടൻ. സ്റ്റേജിന്റെ ജാക്കി ഷറഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം വിട്ടു, ജാക്കി ഷറഫും ബാക്കിയൊക്കെ വിട്ടു, എല്ലാം വിട്ടു. ജാക്കി ഷറഫ് സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജയറാമേട്ടന്റെ അടുത്ത് വന്ന് ഇങ്ങനെയാണ് ജയറാമേട്ടൻ അത് കൊണ്ടുവന്നത്. അപ്പൊ ജയറാമേട്ടൻ
ഈ ജാക്കിർ ഷറഫ് എന്നോട് വന്ന് ഇത് ചോദിച്ചാൽ എങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ അവിടെ എല്ലാരും നിൽക്കുക, അപ്പൊ വന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിക്കുക, ഞാൻ ഇവിടുത്തെ വല്ല കുടിയാണോ, എന്നോടാണ് ഇയാൾ ഇത് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ കൊണ്ടുവന്ന ആളോട് ചോദിക്കേണ്ടത്, എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ട് ജയറാമേട്ടൻ അസത്ത എന്താ സാധനം അറിയാം, പുള്ളിക്ക് ഇഗ്വാനെ കാണണം, ആ ഓന്ത് ബാക്കി കൊണ്ടുവന്ന് ജയറാമേട്ടൻ ബാക്കി അതിനെ കാണാൻ ആരെങ്കിലും ഇങ്ങനെ സിഗ്നൽ കാണിക്കും, ഇവിടേക്ക് ഇത് മറ്റേതല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ അത് പുള്ളിക്ക് ഓന്തിനെ കാണിച്ചു, പുള്ളി അതിനെ കളിപ്പിച്ചിട്ട് പോയി. അത് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകൾ ശരിക്കും മുന്നിൽ കാണുന്നതിനേക്കാൾ കുറെ കോമഡികൾ നടന്നിട്ടുണ്ട് നിങ്ങളുടെയും ഇതിനകത്ത് ഉള്ള ലൈഫില്. യുഎസിലും ഇതിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഒരു മാസമൊക്കെ ഒരുമിച്ച് ഉണ്ടാവാറില്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള യുഎസില് നമ്മള് ചില ഒരു യാചകന് നിങ്ങളോട് വെറുതെ വന്ന് കൈ കൂപ്പില്ല, അത് വളരെ കുറച്ച് പേര്. നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോകുമ്പോ അവരെന്തെങ്കിലും ചില പെർഫോമൻസുകൾ ചില വേഷം കെട്ടി നിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു മെക്സിക്കോ ബോർഡറിൽ എത്തിയപ്പോ ഒരു ദിവസം ഒരു മലയാളികളും ഇല്ലാത്ത ഒരു സ്ഥലം. അപ്പൊ ഞാന് ജയറാമേട്ടൻ ഇറങ്ങുമ്പോ ഞങ്ങളുടെ വണ്ടിക്കകത്ത് ജയറാമേട്ടൻ കൊട്ടുന്ന ഗിഞ്ചറ, ഇങ്ങനെ വെച്ച് കൊട്ടുന്ന ദർബുക്ക്, അങ്ങനെ ധർമ്മജന്റെ കുപ്പി വീണ് ഒരാള് വീണ് ആശുപത്രി. അത് വേറെ. അതല്ല, ബസ്സിന്റെ മോളില് ഈ ഒരു കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ വലിയ ഒരു കുപ്പിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പുള്ളി 5 ലിറ്റർ അകത്തുള്ള അവിടുന്ന് മേടിക്കുന്നത് അമേരിക്കയിലുള്ള. ഇവന് ഇത്തിരി പൊക്കക്കുറവുള്ളതുകൊണ്ട് ഇവൻ ഈ ബസ്സിന്റെ ആ മോളിത്തെ തുറക്കുന്ന സാധനം നമ്മൾ തുറക്കുന്നവർ തുറക്കില്ല, ഇവൻ എങ്ങനെയോ കയറി തുറന്നതും ബസ് ഒരു വളവ് വിളിച്ചിട്ട് അത് നേരെ താഴെ അടി പ്രിയാമണി ഇങ്ങനെ ഇരിക്കുക. പ്രിയാമണിക്ക് പാതി ഉറക്കത്തിൽ ടക്കേ എന്നൊരു ഒച്ചയായിട്ട് പ്രിയാമണിയുടെ തലയില് ഇത്. അപ്പൊ അത് കഴിച്ച് പ്രിയാമണിനെ ഒരു ആശുപത്രിയില് കരുത്ത് കെട്ടി പ്രിയാമണിനെ ആശുപത്രി കയറ്റി. ധർമ്മം പറയുന്നത് കസേരയിലടിച്ച് പ്രിയാമണിയുടെ തല വീണില്ലെന്ന് ധർമ്മം പറയുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു ഞങ്ങൾക്ക് ഇവർ ആശുപത്രി പോയി 1 മണിക്കൂർ മിച്ചം കിട്ടിയപ്പം ജയറാമേട്ടൻ ആ കൊട്ടുന്ന സാധനം എടുത്തു, ഞാൻ ആ ഇഞ്ചറി എടുത്ത് ആ റോഡ് സൈഡിൽ ഇരുന്ന് കൊട്ടി അക്ഷരാർത്ഥത്തിൽ അമേരിക്കക്കാരെടുത്ത് ഞങ്ങൾ യാചന നടത്തി ഒരു $40-40. അതിലേറ്റവും $70-70 കിട്ടി. നമ്മൾ ഈ കൊട്ട് നിൽക്കുമ്പം നമ്മൾ കൊട്ടി ഇത് കിട്ടി, ഇനി ആര് പിരിക്കുന്നില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി ആ കണ്ണനെ തൊപ്പി എടുത്തിട്ട് നടന്ന് എല്ലാവരും അവനെയൊക്കെ പഠിപ്പിച്ച് വെച്ചേക്ക, അവനൊക്കെ ട്രെയിൻഡാ, ചെണ്ട എടുത്ത് അവൻ തൊപ്പി എടുക്കും. ആ കുടുംബത്തിൽ പഠിച്ചു നിൽക്കുന്നവനാ, അച്ഛൻ ചെണ്ട എടുത്ത് ഇവൻ തൊപ്പി എടുക്കും. ഇവര് നല്ലോണം ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ. അത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള യാത്ര. അപ്പൊ അതൊക്കെ പലർക്കും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിഷാരടിയും ഒത്തുള്ള യാത്രയിൽ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് പണിയും തരുന്നുണ്ടെന്നുള്ള മനസ്സിലായി. 70 നമുക്ക് കിട്ടിയില്ല, അത് ആരും കൊണ്ടുപോകും ചെയ്തു. ഇല്ലില്ല, കിട്ടിയായിരുന്നു. പ്രിയാമണിക്ക് കൊടുത്തതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച നമ്മുടെ കാശുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു, അത് അതേപോലെ തന്നെ അതായിപ്പോ ശരിക്കും പിഷാരടി വന്നൊരു സബ്ജക്ട് പറഞ്ഞു, അത് തുടങ്ങി. അങ്ങനെയാണ് പിഷാരടിയുടെ ഒരു ഫസ്റ്റ് പടം പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നു എന്നുള്ളതും ഇതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്.